കെട്ടിക്കാൻ പെണ്ണുണ്ടെന്ന് തന്നോടാരാ പറഞ്ഞേ? ഈശ്വരൻ. ചിരിക്കണ്ട, ഈശ്വരൻ ഞങ്ങളുടെ കമ്പനിയിലെ ഡ്രൈവർ. ഓഹോ, അപ്പൊ കമ്പനി നടത്തുന്ന ആളാണല്ലേ? നടത്തുന്ന ഞാനല്ല, ഞാൻ അക്കൗണ്ടന്റാ. ഇപ്പം മനസ്സിലായി. ഇവിടുത്തെ പെമ്പിള്ളേരെ തട്ടിയെടുക്കാൻ മറ്റവള് മണവാള വേഷം കെട്ടിച്ച് വിട്ടിരിക്കുകയാണല്ലേ? മറ്റവളോ? അയ്യോ പാവം. കേശവാ, ഭാർഗവ, ഈ കുട്ടികളുടെ ബ്രദേഴ്സ് ആണല്ലേ? അല്ലടാ, ബോബോഴ്സാ. സത്യം പറയണം, ഞങ്ങളുടെ കമ്പനി പൊളിക്കാൻ ഏതോടെ തന്നെ പറഞ്ഞു വിട്ടിരിക്കണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരണം. സ്ഥലം മാറിപ്പോയി. ക്ഷമിക്ക് ചേച്ചി, അറിഞ്ഞോണ്ടല്ലേ. ഓടിക്കോ, അവന്മാര് പുറകെ ഉണ്ട്. നിന്റെ പുറകെ കയറിക്കോ. പിടിച്ചിരുന്നു അല്ലെങ്കിൽ തെറിച്ചു കൂട്ടോ. അവന്മാർ വണ്ടി എടുത്തു പോയി. നീ വണ്ടി എടുക്കും. വണ്ടി കള്ളന്മാരെ നീയൊക്കെ വണ്ടി എടുക്കോ. അയാളെ മെത്തടിക്കും. എന്താണ് ബൈക്ക് നിർത്തി കളഞ്ഞ? വണ്ടിയിൽ പെട്രോൾ തീർന്നു പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് മതിൽ കാണാം. അവിടെ കിടക്കും. ആ ബ്രോക്കർ പറഞ്ഞ വീട് നമ്പർ അത് തന്നെ ആയിരുന്നില്ലേ? നമ്പർ അത് തന്നെ, പക്ഷെ പെണ്ണ് കാണേണ്ട ആള് മാത്രം അകത്ത് ചെന്നാ മതി എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് അടിച്ചതാ. എന്തായാലും തഞ്ഞമ്പേട്ടന്റെ ചാരിത്രം നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടല്ലോ. കണക്കിന് പോയാ ഞാൻ അതങ്ങ് പോട്ടെ എന്ന് വെക്കും. നല്ല മണി പോലത്തെ പിള്ളേർ. പ്രശ്നവേഷം. ഈ ചാരൊന്ന് കഴിയാളാ. നീ ഒരുത്തൻ അതിനെല്ലാം കാരണം. എന്താ? ആരാ തലശ്ശേരി കുഞ്ഞമ്പൂ? രണ്ടുപേരും കുഞ്ഞമ്പൂരാണോ? അല്ല സാർ, ശരിക്കും തലശ്ശേരി കുഞ്ഞമ്പു ജയാണ്. ഞങ്ങളത് ചുരുക്കി തഞ്ഞമ്പൂ എന്ന് വിളിക്കും. എന്താ ഈ മുഖത്തൊക്കെ? പ്രകൃതി ചികിത്സയാ, ചാരം തേച്ച് വിട്ടിരിക്കുക. കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ. സാറേ, ഒരബദ്ധം പറ്റി പോയതാ. സത്യമായിട്ട് ഞങ്ങൾ അത്രക്കാരല്ല, പ്രത്യേകിച്ച് ഞാൻ. ഈ പെണ്ണാലോചന സാറേ, ഞാൻ വായി മനസ്സറിയാത്ത കാര്യങ്ങൾ അതൊക്കെ. വായു മനസ്സറിയാതാണോ പത്രത്തിൽ പരസ്യം? പത്രത്തിൽ പരസ്യം കൊടുക്കണ്ടെന്ന്. പേടിക്കണ്ട, ഞാൻ പൊന്നൻ. ഈ പരസ്യം കണ്ട് എന്റെ പെങ്ങൾക്ക് വേണ്ടി ആലോചിക്കാൻ വന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ. അപ്പൊ തഞ്ചുമേട്ടന് ആണ് കാണാൻ വന്നാണല്ലേ? എന്റെ പൊന്ന് സാറേ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി കൊടുക്കണം. ഒരു 100 പെണ്ണെങ്കിലും കണ്ടുണ്ടാവും. അത് നടക്കുന്നു വരുമ്പോഴേക്ക് ഏതെങ്കിലും പാര വരും, അതൊഴിയും. ഇപ്പൊ തന്നെ. ഇയാളാരാ? ഞങ്ങളുടെ കമ്പനിയിലെ ഡ്രൈവറാ. ഈച്ചർ, വിദ്യാഭ്യാസം ഇല്ല. എക്സ്ക്യൂസ് മീ, പ്ലീസ് കം ഓൺ. ഈശ്വരനോട് കളിക്കണ്ടോ? എന്താ ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോ ഒരു പൊജ്ഞം. അതിനെന്താടാ? 45-ാം വയസ്സിൽ ആറ്റുനോറ്റ് വന്നൊരു കല്യാണക്കാരിയാ. ഇപ്പൊ കലക്ക് ഞാൻ. എന്താ പ്രശ്നം? ഒന്നുമില്ല, പെണ്ണ് കാണാൻ എന്നാ വരേണ്ടതെന്ന് ചോദിക്കുകയായിരുന്നു. കാരണവന്മാരോട് ആലോചിച്ചിട്ട് വരേണ്ട ദിവസം ഞാൻ അറിയിക്കാം. ഏതായാലും നിങ്ങൾ അവർക്ക് ചേരും. ചേച്ചിക്കും 10-40 വയസ്സായി. 40 ഓക്കെ. സൈക്കിളിൽ ആയാലും കുഴപ്പമില്ല, സഹിക്കാൻ പറ്റാത്തോണ്ടാണ് സാർ. നമുക്ക് ആലോചിക്കാം. അയ്യോ ദൈവമേ, ദേണ്ടാ പൊട്ടനച്ചൻ വരുന്നു. ഇയാളതിനെ ഇങ്ങോട്ട് വരുന്നത് ഒരാഴ്ച. എന്താണ് ജൂദാസിനെ പോലെ കോലോ കിട്ടിരിക്കുന്നത്? ഒറ്റെണ്ണത്തിന് ഞാൻ വെറുതെ വിടുകയില്ല. ഇത്രയും വേഗം അച്ഛനെ അതറിഞ്ഞോ? ഓരോരുത്തന്മാര് കാണിച്ചു വെക്കുന്ന പോക്കരത്തിന് ബാക്കിയുള്ളവനാ ഇരിക്കപ്പെടുത്തിയില്ലാത്തത്. ക്ഷമിക്കണോ, ഒരബദ്ധം പറ്റിപ്പോയത്. അതൊക്കെ ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു. എവിടെ സണ്ണിച്ച്? ഗാനമേളയ്ക്ക് പോയി. ഗാനമേളയ്ക്കോ? ഗാനമേളയ്ക്ക് എവിടെ? ഇവിടെ ജിലേബി കച്ചവടം നടത്തുന്ന പറവാന ചേട്ടന്റെ വീട്ടില് കല്യാണത്തില്. കല്യാണപ്പാട്ടിന് പോകേണ്ടത് സമയം. അച്ഛൻ ദേവേദി ഇക്കാര്യം സണ്ണിച്ചനോട് പറയരുത്. പറഞ്ഞത് അച്ഛൻ കേട്ടില്ല. ദേവേദ് സണ്ണിച്ചനോട് ഇക്കാര്യം പറയരുത്. പറയാതിരുന്നിട്ട് എന്താ കാര്യം? അവന്മാരിപ്പൊ ഇങ്ങോട്ട് എത്തി. കൈ കിട്ടിയ ഒറ്റയെണ്ണത്തിന്റെ പൊടിയാണ്. വാച്ച്മാൻ, ഓ, കോസ്റ്റ്യൂം ഡിസൈനർ സണ്ണിച്ചന്റെ റൂം ഏതാ? ഇതിലെ വലത്തേക്ക് ചെല്ലുമ്പോ ഇടത്തുവശത്ത് കാണുന്ന മുറിയാ. താങ്ക് യു. ഹായ്. ഹായ്.
അയ്യോ എന്റെ അമ്മേ. ഓ ജീസസ്, സണ്ണിച്ചനാന്ന് കരുതിയ ഞാൻ. വല്ലതും പറ്റിയോ? പറ്റിയില്ല, പൊട്ടി. എന്റെ കടിഞ്ഞാൻ പൊട്ടി. ഡബിൾ ഡക്കറിന് അടിയിൽ പെട്ട പോലെയായി ഞാൻ. സോറി ട്ടോ. സണ്ണിച്ചൻ എവിടെ? അവൻ മോഡൽസിന്റെ കൂടെ കുഴഞ്ഞാടുക. ആ ഹാളിൽ കാണും. താങ്ക്സ് അങ്കിൾ. പുറത്ത് കയറിയതോ സഹിക്കാം. ഈ അങ്കിൾ എന്നുള്ള വിളിയാണ്. അയ്യോ, അല്ല ഇപ്പൊ എന്തിനാ കുതിരക്കുട്ടി ഇങ്ങോട്ട് വന്നേ? ആ സണ്ണിച്ചന്റെ പുറത്ത് കുതിര കയറാൻ. തഞ്ചമ്പ് സാറെന്തീ വെറുകിനെ കൂട്ടിലിട്ട പോലെ നടക്കണേ? ഓൻ എത്തിയിട്ടിന്ന് സിനിമയ്ക്ക് പോക്കും മറ്റ് കലാപരിപാടികളൊന്നും നടക്കും തോന്നുന്നില്ല. കുതിരയുടെ കൂടെ തുള്ളിച്ചാടി നടക്കുമായിരിക്കും. ഒരു പെണ്ണിന്റെ കാറ്റുപോലിയൊക്കെ യോഗമില്ലാതെ കെട്ടുപ്രായം കഴിഞ്ഞ് ഒരുത്തൻ ഇവിടെ പോരെന്നറിഞ്ഞ് നിൽക്കണമെന്നുള്ള ചിന്ത പോലും ഓനില്ല. അസൂയ പാടില്ല. അതിനുള്ള സെറ്റപ്പ് അല്ലേ ഞാൻ ഉണ്ടാക്കിക്കണേ. യു ഡോണ്ട് വറി ബി കാപ്പി. ഇപ്പോൾ എത്തും. ആ എത്തും, കാത്തിരുന്നോ. നീ നോക്കിക്കോ, ആ യക്ഷി ഇന്ന് അവന്റെ ഇറച്ചിയും തിന്ന് ചോരയും നീര് ഊറ്റി കുടിച്ച് എല്ലും തോലും കൊടുത്തു വിടും ഒരു മൊന്തയിലായി. അയ്യോ, ഇതെന്തോന്ന്? ഹരഹരോ ഹര. 101 വീട് തണ്ടി മല കയറിക്കോളാന്ന് പഴനിക്കുള്ള വഴിപാടാ. സന്ധ്യ സമയത്താണോടോ മൊന്തയും കൊണ്ട് തെണ്ടാൻ നടക്കുന്നത്? മനുഷ്യന് പേടിച്ചു പോയല്ലോ. പേടിക്കണ്ട മകനെ, വല്ലതും തരണം. വിട്ടോ വിട്ടോ. വേണ്ട വേണ്ട, എല്ലാവർക്കും ചേർത്താ തന്നത്. പോ പോ പോ. ഓക്കെ മയിൽവാഹന. ഹരഹരോ ഹര. എങ്ങോട്ടാ ഈ നേരത്ത്? ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ മടങ്ങി വരൂ. സിനിമയ്ക്ക് പോകുന്ന കൊള്ളാം. നട്ടപ്പാതിരക്ക് കയറി വന്ന് കഥകി തട്ടി ശബ്ദമുണ്ടാക്കരുത്. അപ്പുറത്തപ്പുറത്തൊക്കെ താമസിക്കുന്ന നല്ല കുടുംബങ്ങളാ. ഇല്ല, തട്ടുന്നില്ല. അടുക്കള വാതിൽ തുറന്നിട്ടിട്ട് ലൈറ്റ് ആണ് ചൊറയും. അടുക്കള വാതിലോ? ഞങ്ങളുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടാവും. നട്ടപ്പാതിരക്ക് കയറി വരുന്ന ഗസ്റ്റ്? ഇത് അങ്ങനത്തെ ഒരു ഗസ്റ്റാ. മനസ്സിലായില്ല. നട്ടപ്പാതിരിക്ക് അടുക്കള ബെസ്റ്റ് കൂടി വരുന്ന ഒരു ഫീമെയിൽ ഓഹോ, അത് ശരി. നോക്കണേ. ദേ കണ്ണിക്കണ്ട അലവലാതെ പെണ്ണുങ്ങളെ കൊണ്ട് ഇതിനകത്തേക്ക് എങ്ങനെ വന്നാലുണ്ടല്ലോ. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ ഒറ്റ ഒരുത്തനൊക്കെ കാരണക്കാരൻ. ഞാനോ? അതേടാ, നിന്റെ മറ്റവൾ എന്റെ പുറത്തേറി കുതിര കളിച്ചോണ്ടല്ലേ എന്റെ കടിഞ്ഞാൻ പൊട്ടിയത്. നന്നായി പോയി. എന്റെ ഡ്രസ് എടുത്ത് ഇടലെന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ. ഓ എന്റെ ഭഗവാൻ, എന്നെ വട്ടുപിടിപ്പിക്കും. കൺട്രോൾ പൊട്ടി നിൽക്കാ. എങ്ങനെയും വളച്ച് വിട്ടില്ലെങ്കിൽ വല്ല കൊക്കയിൽ പോയി ചാടൂട്ടോ. ചാടട്ടെ. നിനക്ക് മാത്രം ഒരു പെണ്ണിന്റെ കൂടെ ആടിപ്പാടാം, ബാക്കിയുള്ളവർക്ക് ഒന്നും പാടില്ലല്ലേ? പോക്കൃതരം പറയരുത്. അവളെ ഞാൻ കെട്ടാൻ പോണ പെണ്ണ. എന്നാലും ഞങ്ങള് കെട്ടാൻ പോണ പെണ്ണ. ഞങ്ങളാ? ഈശ്വര, എടാ ഈശ്വര, അവരെ പറഞ്ഞു മനസ്സിലാക്കി. എന്റെ പൊന്നി സണ്ണിച്ചൻ, നിങ്ങളുടെ വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല. അപ്പൊ നീ സമ്മതിക്കില്ലല്ലേ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്. എന്നാലും ഒരു സെക്കൻഡ് ഷോ കാണാൻ പോവാനെങ്കിലും സമ്മതിക്കടാ. ഹോട്ട് ഗേൾസ് ഇൻ പാരീസ് അഡൽസ് ഓൺലി പ്ലീസ്. ഓക്കെ. മറ്റേ കാര്യം പേടിക്കേണ്ട ഒരു ഐഡിയ ഉണ്ട്. അടക്കള വശത്തെ കുറ്റിയിൽ ഒരു കമ്പി കെട്ടി പുറത്തേക്ക് ഇടുക. വരുമ്പോ നമുക്ക് വലിച്ചല്ലോ. ഞാൻ അടിയിന്ന് തള്ളിത്തരാല്ലോ. നല്ല idea. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. നീ അനുഭവിക്കൂടാ. അനുഭവിച്ചോളാം. രാത്രിക്ക് ഞണ്ണാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. കുളിച്ച് തൊഴുത് ഞണ്ണി കണ്ണടച്ച് ചാഞ്ചിക്കോ. ദേ, ഇന്ന് നീ പുറയിലത്തെ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയിരിക്കുന്ന എന്റെ ശവമായിരിക്കും നീ കടി കാണുന്നത്. സഹിക്കാൻ പറ്റത്തുണ്ടോ? ദോ. അയ്യേ ചെട്ടി, അയ്യേ. നീ ഇതൊരു ഉറങ്ങിയില്ലേ? ഞാൻ നല്ല ഉറക്കായിരുന്നു. ആഹാ, പുറത്ത് നല്ല ഇടിവെട്ടും കാറ്റും. നമുക്കിന്ന് വെളി കിടക്കാം. അവിടെ നിൽക്കാൻ നീ എന്തിനാ ഉറക്ക വിളച്ച് കാത്തിരുന്ന്? ഞങ്ങളെ തൊണ്ടി സഹിതം പിടിക്കാനാ? അല്ല, ഞാൻ നല്ല ഉറക്കായിരുന്നു. ഈ കറണ്ട് പോയപ്പോ പെട്ടെന്ന് ഉഷ്ണം കാരണം. ഈ കാറ്റത്ത് ഉഷ്ണോ? ഐശ്വര്യമുള്ളവരോ കറണ്ട് വന്നു. ഐശ്വര്യമില്ലാത്ത നിന്റെ മനസ്സ് പോലെ തന്നെ സംഭവിച്ചു. എന്ത് സംഭവിച്ചു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇയാളെ നാക്ക് കരിനാക്കാന്ന്. നിനക്ക് സന്തോഷമായ കാര്യം എന്താന്ന് വെച്ചാ പറ. കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി പെണ്ണിന് ആണുങ്ങൾ കൊച്ചുകൊണ്ട് പോയി. തിയേറ്ററിൽ ആണുങ്ങൾ കൊച്ചുകൊണ്ട് പോയി. ഈ മുറിക്കകത്ത് കയറാൻ പറ്റില്ല. അതിന് തന്റെ മുറിയല്ലല്ലോ, ഇത് ഞങ്ങളുടെ മുറിയല്ലേ? ആരുടെ മുറിയാണെങ്കിലും ശരി, ഇന്നാളത്തെ പോലെ വെള്ളം അടിച്ച് ഛർദ്ദിച്ചാ പിന്നെ നാറിയിട്ട് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. വേണമെങ്കിൽ ടെറസിൽ പോയി കിടന്നോ. ടെറസിൽ കിടക്കണോ കക്കൂസി കിടക്കണോ ഞങ്ങൾ തീരുമാനിക്കും. കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? താൻ ഓഫീസിൽ ചെറിയൊരു കുണാണ്ടറായിരിക്കും, ഞാൻ വലിയൊരു ഡ്രൈവറായിരിക്കും. പക്ഷെ ഇവിടെ എല്ലാരും സമം. ഈസിക്കൽ ടു ഈസിക്കൽ. ഈശ്വരൻ, ഞാൻ പറയുന്നത് കേൾക്ക്. താനൊന്നും പറയണ്ടോ. ഈശ്വരനോട് ഈ മുറിയിൽ കാണണമെന്ന് പറയാൻ ഒരിക്കലും വന്നിട്ടില്ല. ഞങ്ങളുടെ മുറി കയറി ഞങ്ങളോട് കയറിയിരുന്നോ? എന്തേ കാണണേ? അയ്യോ, എന്ത് പറ്റി? കൊടുകൈ കൊച്ചു കള മിണ്ടാപൂച്ച കല ഒടിക്കുന്ന കേട്ടിട്ടുള്ളൂ. ഈശ്വര, നീ വിചാരിക്കുന്ന പോലെ അല്ല. അല്ല,
ഇത് അതിനേക്കാൾ സൂപ്പർ പീസാ ഇതെവിടുന്ന് ഒപ്പിച്ചേ എന്താ ഒന്നുമില്ല സന്നിച്ച എനിക്ക് സന്തോഷായി. Oh, my sweetie. ആക്രമണാട്ടന്റെ വിളമ്പിച്ചേ അവളെ തൊട്ടുപോരുത് തൊട്ടാലല്ലടാ അടിച്ച് കറഞ്ഞ മുളിയും. ഓ അത് ശരി. അപ്പൊ ഒത്തുക്കാനുള്ള പരിപാടികളല്ലേ? ആർക്കും ഒതുക്കാനും പതുക്കാനും ഉള്ളതല്ല ഇവള്. എവിടുന്ന് ഓടിക്കറി വന്നൊരു പാവാ. പാവമാണെ നമുക്കൊരു വെച്ചൂർ പശുവിനെ മേടിച്ചു കൊടുക്കല്ലേ? ഇതൊന്നും ചെയ്യരുത്. ഞങ്ങൾ കുഞ്ഞുപോലെ നോക്കിക്കൊള്ളാം. അവളെ തൊട ഒരുത്തിനെ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ തവി സുഭദ്രമ്മ നീ എന്നെ അവിടെ ചവിട്ടിയതറിയോ? ഒരു പുണ്യാളത്തെ വന്നേക്ക് ഇപ്പൊ കാണിച്ചേരാ. അറിയാതെ കൊണ്ടതാ. ഒരു പെണ്ണിനെ ഒതുക്കത്തി കിട്ടിയപ്പോ നീ ഫ്രണ്ട്സിനെ മറന്ന് സെൽഫിഷ് അല്ലേടാ? കുഞ്ഞമ്പു ചേട്ടാ ഞാൻ പറയുന്നു ഒന്ന് പോടാ സെൽഫിഷ്. ആ ചേട്ടായി എത്രയായി? 45. തന്റെ വയസ്സല്ലേ ചോദിച്ചു 30 കൊടുത്താ മതി. 30 രൂപയ്ക്ക് വല്ല കൈവണ്ടി വരും. പോക്കിരിത്തനം പറയരുത്. കുറെ നാള് ഞാനിത് ഉരുത്തിയതാ. അതിന് ഞാനെന്ത് വേണം? ഈശ്വര പോട്ടടാ. എന്ത് പോട്ടെ, തണ്ണിച്ചിനെ പോലല്ലോ ഇവരൊക്കെ ചീത്തയാക്കണേ. വാ. ഇതാണ് വട്ടന്മാരുടെ ഓട്ടത്തിന് ആരും വരാത്തത്. വട്ടന്മാരോ? ആരുദ്ദേശിച്ച അയാൾ അങ്ങനെ പറഞ്ഞേ? എന്തായാലും ഞങ്ങളെ രണ്ടുപേരും ഉദ്ദേശിച്ചല്ല. ആ എന്തിയല്ലേ ഞാൻ കാത്തിരിക്കുന്നു. വരൂ. കത്രിക വട്ട. ആ, എന്താ നിക്കണേ, വരൂ. ആ, അതേ അല്ല, വരൂ, പിന്നെ വരൂ. ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ് സാമുവൽ. ഈ അസുഖമുള്ള എല്ലാരും ഇങ്ങനെ തന്നെയാ പറയുന്നത്. കയ്യിലിരിക്കുന്ന കട്ട് ചെയ്യുന്ന സാധനമാണല്ലേ? അല്ല ഓപ്പറേഷൻ ഉള്ളത്? പേടിക്കണ്ട, ഞാൻ ഇവിടുത്തെ ഡോക്ടറും തോട്ടക്കാരും ഒക്കെയാണ്. ഇവിടുത്തെ അലക്കുകാരനും തോട്ടിയൊക്കെ സാറ് തന്നെയാണോ? ആവശ്യം വന്നാൽ അത് ചെയ്യാനും ഒട്ടും മടിയില്ല. എന്താ? സേവനത്തിൽ തുടങ്ങിയ ഈഗോക്ക് സ്ഥാനമില്ല. അതെ. സണ്ണിച്ചിനെ എനിക്കറിയാം. ആ വെളിച്ചപ്പാടിനെ എല്ലാരും അറിയും, പക്ഷെ വെളിച്ചെണ്ണ ആരും അറിയില്ല. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇയാൾക്ക് മാത്രമല്ല ഇയാൾക്കും. കമോൺ കമോൺ കമോൺ. അഞ്ജലി 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 ഇതാരാ വന്നിരിക്കണ നോക്ക്. ദേ നിന്റെ സണ്ണിച്ച വന്നിരിക്കണു. ഇതല്ലേ നിന്റെ സണ്ണിച്ചൻ? എന്റെ സണ്ണിച്ച് വന്നൂല്ലേ? എന്നെ എന്തിനാ അവർക്ക് കൊല്ലം വിട്ടുകൊടുത്ത്? നോക്കിയേ, നിന്റെ സണ്ണിച്ചൻ നിന്നെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. ഇനി എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമോ? എപ്പോഴും ഉണ്ടാവും. അഞ്ജലി വിട്ടിന് സണ്ണിച്ചൻ എങ്ങും പോകില്ല. ഇവന്മാരെന്നെ കൊല്ലാൻ വന്നതാ. അഞ്ജലി തോന്നുന്നു അവരൊക്കെ എന്റെ കൂട്ടുകാരാണ്. ഇങ്ങോട്ട് വന്നേ. വരുന്ന് ഞങ്ങളെ തല്ലിക്കാൻ വേണ്ടി മനഃപൂർവ്വം അറേഞ്ച് ചെയ്ത് നിർത്തിയിരുന്നായിരുന്നു. ഇതൊന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. പ്ലീസ് ഇനി കിട്ടാൻ പോടുള്ളൂ. എന്താണ് അവളുടെ അസുഖം? ഭ്രാന്ത് തന്നെ അല്ല എന്താ? ഭ്രാന്തൊന്നുമല്ല, ഒരു ഭയപ്പാടിൽ നിന്നുണ്ടായിട്ടുള്ള ഹലൂസിനേഷൻ, ഒരുതരം വിഭ്രമം. അതായത് ഭ്രമാത്മകമായിട്ടുള്ള പലതും കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, ആരൊക്കെ ഉപദ്രവിക്കാൻ വരും തോന്നുക. എപ്പോഴുമില്ല, ചില നേരങ്ങളിൽ നോർമലാവും, പെട്ടെന്ന് സ്വഭാവം മാറും. ഡോക്ടറെ പോലെ. എനിവേ അവളുടെ മനസ്സിൽ ഒരു രക്ഷകനായിട്ട് സണ്ണിച്ചൻ കയറി കൂടിയിട്ടുണ്ട്. സണ്ണിച്ചനെ കണ്ടാ മനസ്സിലാവോ, ശബ്ദം കേട്ടാ തിരിച്ചറിയോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാ ഞാൻ വിളിപ്പിച്ചത്. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഇപ്പൊ എനിക്ക് സമാധാനായി. അവളുടെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. എന്നാലും പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയും. ഡോക്ടർ, എന്താ? 36 പേഷ്യന്റ് ഇതുവരെ ബോധം വീണിട്ടില്ല. ഷോക്ക് എപ്പോഴാ കൊടുത്ത്? 2 മണിക്കൂറായി. ഞാൻ വരുന്നു. അതൻ വീണ്ടും കാണാം. വീണ്ടും കാണാമെന്നോ? കല്യാണം നിശ്ചയിച്ച് ചേർത്തിരിക്കുന്ന ചെറുക്കനാ. അടിക്കടി പ്രാന്താശുപത്രി കയറി ഇറങ്ങുന്ന നാട്ടുകാരേണ്ട, പിന്നെ അത് മതി.
രീതികൾ കണ്ടിട്ട് ഇയാൾ ഇനിയും ചിലപ്പോ ഇവിടെ വരേണ്ടി വരും. അതിന്റെ അർത്ഥം എനിക്ക് വട്ടാണ് നല്ല നിങ്ങൾ എങ്ങോട്ടേ പോകുന്നത്? ഇങ്ങോട്ട് വന്നേ. രണ്ടെണ്ണത്തിനകത്ത് വട്ട് പിടിച്ചോ. അച്ഛനല്ല സാക്ഷാൽ പോപ്പ് പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വരില്ല. ഈ വട്ടന്മാരുടെ തല്ലുകൊള്ള ഞങ്ങളെ കൊണ്ട് വയ്യ. സണ്ണിച്ചൻ ഇനിയും തല്ലുള്ള ഇവിടെ വരേണ്ടി വരും. ഗബ്രിയേലച്ചൻ പറഞ്ഞുകൊണ്ട് വന്നതല്ലേ, ഇനി നമുക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. മാതാവേ, ആര് പറഞ്ഞു? നീനാണോ? അവളെന്നെ കാണരുത്. കവർ ചെയ്യേ, കവർ ചെയ്യേ, കവർ ചെയ്യേ. സണ്ണിച്ച, മേളിലേക്ക് വിട്ടോടോ. സണ്ണിച്ച, കണ്ടുട്ടോ. അവളോട് നീ എന്താ പറയാ? വരും, നമുക്ക് ബീച്ചിൽ പോവാന്ന് പറയാം. സോണിയ. സോണിയ എന്താ ഇവിടെ? ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് റോന എന്റെ ഒരു ഫ്രണ്ടാ. അയ്യോ മാതാവേ. ഏയ്, നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങള് പിന്നെ ഞങ്ങൾ ഈ തഞ്ചമ്മചാണ്ടൊന്ന് ഡോക്ടറെ കാണിക്കാൻ വന്നതാ. ഓ ജീസസ്, എന്ത് പറ്റി? ചെറുതായിട്ടൊരു അയ്യോ, ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചവിട്ടുന്ന വഴിയൊക്കെ ഉണ്ടേ. വയലന്റ് അല്ലേ? പുള്ളി വയലന്റ് ആണ്, പക്ഷെ ഞങ്ങൾ സൈലന്റ് ആണ്. അതുകൊണ്ടാണ് പുള്ളി അധികം വയലന്റ് ആവാൻ ഞങ്ങൾ സമ്മതിക്കാത്തത്. കല്യാണം കഴിക്കാത്തതിലുള്ള ഡിപ്രഷൻ ആണെന്ന് ഡോക്ടർ പറയുന്നത്. ദാറ്റ്സ് ഓൾ. ഇവിടെ കിടന്ന് കൂടുതൽ പെർഫോമൻസ് കാണിച്ചാലുണ്ടല്ലോ, അവര് ശരിക്കും വട്ടാണെന്ന് പറഞ്ഞ് പിടിച്ചകത്തിടും. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. ഡോക്ടറെ വിളിക്കണോ? വേണ്ട, ഗുളിയൊക്കെ എഴുതി തന്നിട്ടുണ്ട്. സോണിയ പൊക്കോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? രണ്ട് പെടപെടയ്ക്കാൻ തോന്നുന്നു. എന്റെ പെങ്ങളെ യുവന്മാരെന്നെ. സോറി, വട്ട് തുടങ്ങിയ പിന്നെ വാ തുറന്ന തെറിയേ പറയത്തുള്ളൂ. Oh my God. Come on, I'll drop you. Okay. Come on. Okay. Okay. Okay, okay, okay. 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 സോണിയ, സോണിയ, സോണിയ പൊക്കോളൂ. ഞങ്ങളെ വട്ടനെ കൊണ്ട് പുറകെ വന്നോളാം. സാരമില്ല, അല്ലെങ്കിൽ ഞാൻ സണ്ണിച്ചന്റെ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു. എന്തിനാ? സണ്ണിച്ചന് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ഓഹോ, താങ്ക് യു. ഞാനത് പിന്നെ ഒന്ന് മേടിച്ചോളാം. അത് ജീപ്പിൽ വെച്ചിട്ടുണ്ട്. വരൂ. അല്ല, ഞങ്ങൾക്ക് കുറെ സ്ഥലത്ത് പോകാനുണ്ട്. അതുകൊണ്ടാണ്. സോണിയ പൊക്കോളൂ, ഞങ്ങൾ വന്നോളാം. അതൊന്നും പറഞ്ഞു ഒഴിയണ്ട. നമ്മൾ ഇന്ന് അടിച്ച് പൊളിക്കാൻ പോവാ. Come on. ഓക്കെ, ഓക്കെ, ഓക്കെ. കുറച്ചു നേരം വട്ടനായിട്ട് അഭിനയിച്ചാൽ ഞാനെങ്കിലും രക്ഷപ്പെടും. അഭിനയിക്കോ? നീ എന്നെ വട്ടനാക്കി അടങ്ങല്ലടാ. ഞാൻ അഭിനയിക്കില്ല. അഭിനയിക്കില്ലേ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാ. എങ്കിൽ പുതിയ കല്യാണവും ഞങ്ങൾ മുടക്കും. അഭിനയിക്കാം. എങ്കിൽ തുടങ്ങിക്കോ. എങ്ങനെ? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു എന്നെ കൊയ്യിലാണ് കൊട്ടു വേണം. എപ്പോഴാ തുടങ്ങിയത്? എപ്പോഴായിരുന്നതാ? മൂത്ത് തുടങ്ങിയത് ഇന്നലെ സന്ധിക്ക. ഇനി മൂക്കൂടാ എല്ലാത്തിനെയും ഞാൻ. അല്ല, സണ്ണിച്ചൻ എവിടെ പോണെന്ന് പറഞ്ഞേ? അത് പിന്നെ കുറച്ച് ഗുളിക മേടിക്കാൻ. അതിന് ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ നിർത്തിയാ പോരെ? മതി, 2 കുപ്പി ഫ്യൂറഡാനും കൂടെ വാങ്ങിച്ചോ. ഫ്യൂറഡാൻ. ഫ്യൂരിഡാൻ അതെന്തിനാ? കുടിച്ച് ചാകാൻ. ഇതിലും ഭേദം അതാ. എനിക്ക് ചാകണം, എനിക്ക് ചാകണം. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേ? അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്നുള്ള വിചാര. സൂയിസൈഡ് മാനിയാക്ക്. എനിക്ക് തോന്നിച്ചവണ് റെയിൽ പാളവിടെ നോക്കാതെ വെടിവെക്ക് ഞാൻ. നിന്നെ ഞാൻ കുഞ്ഞമ്പൂല്ലേ? അതെ, ബുദ്ധിക്ക് ചെറിയൊരു അസുഖം. മെന്റല അല്ല, വാദം. കണ്ടാലറിഞ്ഞൂടെ ഭ്രാന്താണെന്ന്. ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാ. എന്റെ ദൈവമേ, രക്ഷിച്ചു. അല്ലെങ്കിൽ ഭ്രാന്തൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തേനെ. കല്യാണം കലങ്ങി. ഇങ്ങനെയാണോ ബ്രേക്ക്? ഭൂമി ഇതെവിടാ സ്ഥലം? ഇതേതാ വീട്? വീട് വീട് വീട്. വായി ഇറങ്ങ്. വെറുതെ കേടാ. Uncle, I'll definitely call you for my club annual day function. ഒന്നുകൂടെ ഇതുപോലെ പെർഫോം ചെയ്യണേ. വട്ടായിട്ടുള്ള ആക്ടിങ് അസലായി. സണ്ണിച്ച, ഇനി ആ പെണ്ണിനെ കാണാൻ അവിടെ പോവരുത് പ്ലീസ്. ഇനി പോവൂ? ഇല്ല. പിന്നെ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വേണം നാളെ കമ്പനി പോവാൻ. ഓക്കെ? ഓക്കെ. 1 4 3 ബൈ. 143 ശരിക്കും മട്ടായോ? അവസാനത്തെ ആഗ്രഹമായിരുന്നു ആ പോലീസുകാരന്റെ പെങ്ങള്. അതും പോയില്ലേ? മതം പൊട്ടി ആനയാ. ഇനി പിടിച്ചാ കിട്ടില്ല. അയ്യോ, ഇവരെന്തിനു വീണ്ടും? ഇത് സണ്ണിയുടെ വീടല്ല. അതെ, എന്താ കാര്യം? ആര് പറഞ്ഞാലും നീ പറയൂലേ? अंदर जाके देखो,
कुत्ते के बच्चे किधर है तो पकड़ने चलो ഞാൻ പറയട്ടെ ഈ പോക്കറ്റിലുണ്ട്. അയ്യോ ഒരാൾ വരുന്നുണ്ട്. കണ്ണിച്ചിറന്ന കഴിവരുടെ മോനോട് പറഞ്ഞേര്, ഇവന്മാരെ ജീവനോടുകൂടി വേണമെങ്കിൽ മര്യാദയ്ക്ക് രക്തംബായി ഒന്ന് കാണാൻ, അല്ലെങ്കിൽ ഇവന്മാരുടെ ശവം പോലും കഴിയാൻ കിട്ടില്ല. ഈ കോളനി ഞാൻ കത്തിച്ച് സാമ്പലാക്കും. വണ്ടി കയറാം. ആ ഒരു അലവലാതി പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കയറ്റിയതാ ഇതിനെല്ലാത്തിനും കാരണം. അങ്ങനെ ഇനി തല്ലരുത് ബായ്, സത്യം ഞാൻ പറയാം. എവിടെയാ സനി? പിടിച്ച് എങ്ങനെ പറയോ? ആവൂ, ഇനി ഞാൻ പറയാം. പറയടാ. സത്യം പറയാലോ, സന്നിച്ചിന് എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അങ്ങേടി തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞ പോലെ ആയല്ലോ. അവൻ അല്ലെങ്കിൽ അവനോട് ചോദിക്കണം. ചോദിക്കടാ തെണ്ടി. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ ഞാൻ വിഷമരക്കിക്കും. എന്നിട്ട് ആ വിശപ്പെല്ലാം ഞാൻ പറിക്കും. അപ്പൊ വൈദ്യനാണല്ലേ? അതേടാ, വൈദ്യം മാത്രമല്ല, വേണ്ടി വന്ന നിന്റെ ഒക്കെ തല എടുത്ത് ഓമം നടത്താൻ എനിക്കറിയാം. മന്ത്രവാദിയാണ്. അസി കിട്ടും തരോ? വെറുതെ വേണ്ട, എന്റെ പോക്കറ്റിൽ 500 ഉണ്ട്, എടുത്തിട്ട് തന്നാ മതി. കലക്കി തള്ളിച്ച വാടാ. എവിടെ കുഞ്ഞമ്പൂ? ഞാൻ ഇവിടെ ഉണ്ട്. ആ അമ്മേ, നോക്കി നിൽക്കാതെ ചേച്ചി എന്ന് പറ. ഇപ്പൊ തന്നെ വേണോ മാലതി? വേണം, ഇല്ലെങ്കിൽ കോളനിക്കാർ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. എന്റെ യൂറിൻ ബാഗ് കലങ്ങിയെന്ന് തോന്നണേ. എന്റേത് കലങ്ങിയതല്ലേ ഉള്ളൂ, എന്റേത് പൊട്ടി. ഒന്ന് നിന്നേ. അതെ, അടിക്കടി ഇവിടെ റൗഡികൾ വന്ന് അടിയും ബഹളവും ഒക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. അല്ല, ഒരു കോളനിയാവുമ്പോ ഇടയ്ക്ക് ഒരു അടിയും പിടിയില്ലെങ്കിൽ എന്താ രസമുള്ളത്? നിങ്ങൾക്കത് രസമായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റണില്ല. അന്നൊരിക്കലും ഒരു തീരെ പെണ്ണു വന്നു, ഇന്ന് കുറെ കുണ്ടകളും. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചു പോയി, ഇനി ഉണ്ടാകാതെ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, വീട് ഒഴിഞ്ഞു തന്നേ പറ്റൂ. ഞങ്ങള് പുതിയ വീടിന്റെ പ്ലാൻ വരയ്ക്കാൻ കൊടുത്തിരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ പണി തുടങ്ങും. പണി തീർന്ന ഉടൻ അങ്ങോട്ട് മാറിക്കൊള്ളാം. എവിടെ വീട് വെക്കുന്നേ? സ്ഥലം വാങ്ങാൻ ലോണിന് അപ്ലൈ ചെയ്യാൻ പോവാ. ആഹാ, എന്നാ പിന്നെ വീട് പണി കഴിയുന്നവരെ ക്ഷമിക്കല്ലേ. ഈ ചേച്ചി ഒരു പൊട്ടി തന്നെ. ഇതൊക്കെ വെറും കള്ളത്തിൽ വന്നു. മനുഷ്യരെ പറ്റിക്കാൻ നടക്കുന്നു. കൊള്ളാം, പടമേടിച്ച് പന്തളത്തെ വന്നപ്പോ പന്തളം തങ്കപ്പന്റെ ഗാനവേള. വീട് മാറണമെന്ന്. ഇടി കിട്ടിയപ്പോ മുതലുള്ള ഒരു മൂത്രസംഖ്യ ഞാൻ അല്പം ഒഴിച്ചിട്ട്. അയ്യോ ദേ യക്ഷി. എന്താ, എന്തു പറ്റി? ഏമ്പക്കം പെട്ടെന്ന് വീട് മാറെന്ന് പറഞ്ഞപ്പോഴുണ്ടായ ടെൻഷൻ കൊണ്ടുണ്ടായ ഗ്യാസ് ട്രബിളാ. കഷ്ടം, ആസ്ഥാനത്ത് വല്ലതും അടി കൊണ്ട് കാണും. ഒന്ന് നിർത്തണം. തൽക്കാലം നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് മാറി നിൽക്ക്, അല്ലെങ്കിൽ അവൾ ഇനിയും കൂവും. വായ ഞെക്കി പിടിക്ക്. മൊത്തത്തിൽ ഞെക്കി പിടിച്ചിരിക്കാ, നോക്ക്. ഇനി ഞെക്കി ഇവളെ ഇനി കോളനിക്കാര് കണ്ടാ കെട്ടും കിടക്കെടുത്ത് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അയ്യോ, എങ്ങനെയെങ്കിലും ഇവിടെ ഇവിടുന്ന് കടത്ത്. നമുക്ക് ഇവിടെ അകത്ത് കയറ്റാം. അത് അപകടമാ. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വന്ന കേസാ. തിരിച്ചങ്ങോട്ട് എത്തിച്ചില്ലെങ്കിലേ പോലീസും പട്ടാളൊക്കെ ഇവിടെ എത്തും.
ശവം പിടിച്ച് കടിക്കണു. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. എന്ത് ചെയ്യാനാ? നീ കടി കൊള്ളു. തൽക്കാലം നിങ്ങൾ രണ്ടാൾ ഇവിടുന്ന് മാറി നിൽക്ക്. എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അവിടെ സമാധാനിപ്പിച്ചോളാം. എന്നിട്ട് വഴിയുണ്ട്, നീ പോയി ഒരു ചാക്ക് മേടിച്ചോണ്ട് വാ. ആക്രി കച്ചവടം തുടങ്ങാൻ. സുഭദ്രാമച്ചേ, സുഭദ്രാമച്ചേ, എന്താ ഈശ്വര? വലിയ ചാക്കുണ്ട് ഒരെണ്ണം എടുക്കാൻ. എന്തിനാ ഈശ്വര? അത് ഈ കൊല കൊലയോ? അല്ല, ഈ വലിയൊരു നേന്ത്രക്കൊല കിട്ടിയേ. ഞങ്ങളുടെ കമ്പനിയിലെ ബോസിന് കൊടുക്കാനാ. സാധാരണ ചാക്കിൽ കൊള്ളില്ല. വലിയൊരു ചാക്കുണ്ട് എടുക്കാൻ. അഞ്ജലി എന്തിനാ അവിടെ നിന്ന് ചാടി പോകുന്നത്? അയാളുടെ ആൾക്കാർ എന്നെ പിടിക്കാൻ വരും. ഞാൻ സണ്ണിച്ചെന്നെ വിട്ടു പോവില്ല. ഇവന്മാരും കള്ളന്മാരാ. എല്ലാരും കൂടി എന്നെ കൊല്ലും. അഞ്ജലി ആരും ഒന്നും ചെയ്യില്ല. ഈ കുഞ്ഞമ്പൂ ഈശ്വരനൊക്കെ വെറും പാവങ്ങളാ. സണ്ണിച്ചൻ എന്നെ ഇഷ്ടല്ലേ? പിന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ട. സണ്ണിച്ചൻ എന്ത് പറഞ്ഞാലും അഞ്ജലി കേക്കില്ലേ? കേക്കാം. ഐ ലവ് യു എന്ന് പറ. പറ. ഐ ലവ് യു. എന്റെ പൊന്നു സണ്ണിച്ചൻ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാം. അതാ വന്നല്ലോ, ചാക്ക് വന്നല്ലോ. ഇനി എന്റെ പൊന്നുമോളി ചാക്കിനകത്തോട്ട് കേറിക്ക്. അങ്ങനെ ഇനി ഞങ്ങൾ അഞ്ജലിയെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കും. പക്ഷെ ആശുപത്രി എത്തുന്നവരെ ചാക്കിനകത്തുനിന്ന് ഒരു ശബ്ദം പോലും കേട്ടു പോരുത്. കേക്കുവോ? ഇല്ല. ഇവിടെ ഞാൻ തന്നാ മതിയോ? നോക്കിയേച്ചി, ഈശ്വരൻ പറഞ്ഞപ്പോ ഇത്രയും കരുതിയില്ല. ഇതിപ്പോ 3 പേര് പിടിച്ചിട്ട് പൊങ്ങണില്ല. വാ നമുക്ക് നോക്കാം. സണ്ണിച്ച, അയ്യോ കർത്താവേ, എന്നെ വിളിക്കണു. പൊന്നുമോളെ മിണ്ടല്ലേ. ഒന്നൂടെ പൊന്നുമോളെന്ന് വിളിച്ചേ. മിണ്ടല്ലേ നല്ലടി പറഞ്ഞത്. പൊന്നുമോളെന്ന് വിളിക്കേ. പൊന്നുമോളെ, പൊന്നുമോളെ. ആ കള്ളന്മാരെ കൊണ്ട് എന്നെ പിടിപ്പിക്കരുത്. സണ്ണിച്ചൻ തന്നെ പിടിച്ചാ മതി കേട്ടോ. അവിടെ പിടിക്കില്ല, അത് വായല്ല. പിന്നെ എന്ത് പറ്റി? കൊല പഴുത്തു പോയോ? കൊല വല്ലാതെ പഴുത്തിരിക്കുക. പലപലാന്നിരിക്കുന്നു. കൊല വല്ലാതെ പഴുത്ത് തുടുത്തിരിക്കുന്നുണ്ടാ മോളെ. ഇത്ര വലിയ നേന്ത്രക്കൊല എവിടെ കിട്ടി? ഒന്നഴിച്ച ഞങ്ങളും കൂടെ കാണട്ടെ. കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. കെട്ടിയവനെ അടിക്കാനും പറ്റില്ല. ഞാൻ പറഞ്ഞ വാശിക്കാണോ ഞങ്ങളെ കാണിക്കാത്തത്? അയ്യോ, അതെന്താ ചേച്ചി അങ്ങനെ പറയണേ? ഇതുപോലെ ഒരു കൊല ചേച്ചിക്ക് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ നാളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ സണ്ണിച്ചാ കൊല കൊടുക്കണേ. പിന്നെ സണ്ണിച്ച, നമ്മളിപ്പോ എവിടെ എത്തി? നമ്മളിപ്പോ നരകത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുക. ഇപ്പൊ അകത്തോട്ട് കയറും. ഇപ്പൊണ്ടാരും നമ്മളെയും കൊണ്ടേ പോകുന്ന തോന്നുന്നു. ഈശ്വര, ഒരു വണ്ടി വിളിക്കണോ? ഒരു പോലീസ് ജീപ്പറിന്. അയ്യോ, അതിന്റെ പുറയിൽ ആരുമില്ല. സുഖമായിട്ട് കെട്ടിക്കൊണ്ട് പോയായിരുന്നു. വർത്താനം പറയുന്നത്. ദേ നിന്നു. ഇങ്ങോട്ട് വരണു. മിസ്റ്റർ സണ്ണി അല്ലേ? അതെ. ഔറാജിന് ഞാനിപ്പോ കണ്ടു പിരിഞ്ഞതേ ഉള്ളൂ. മാരേജിന്റെ കാര്യമൊക്കെ സംസാരിച്ചു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. എങ്ങോട്ടാ? ഞങ്ങൾ കരുനാലെ ആശുപത്രി വരെ പോവാ. പ്രശ്നം പ്രശ്നം ഞങ്ങൾക്കല്ലേ? ചാക്കിനകത്തും പ്രശ്നമല്ല, പ്രസന്റ്. ഡോക്ടർക്ക് ഒരു പ്രസന്റ് കൊടുക്കാൻ വേണ്ടി പോവാ. ഒരു ഏത്തക്കൊല. ഡോക്ടർ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ആണ്. ആഹാ, ഞാനും അങ്ങോട്ടാ. അവിടുത്തെ ഒരു പേഷ്യന്റ് മിസ്സിംഗ് ആന്ന് പറഞ്ഞ് ഡോക്ടർ സാമുൽ വിളിച്ചിരുന്നു. പ്രസന്റ് വണ്ടിയിലോട്ട് കയറ്റിക്കോ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞങ്ങൾ നടന്നോളാം. ഒരു എക്സസൈസ് ആകുമല്ലോ, അതാ ഞങ്ങൾക്ക് ഇഷ്ടം. ചാക്ക് ചുമന്നാണോ എക്സസൈസ്? അവറാച്ചന്റെ മരുമനെ വഴിയിൽ വിട്ടിട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾ നമ്മളെ ബന്ധാതാ. ആകര് ഞങ്ങൾ കയറ്റിക്കോളാം. ഞങ്ങൾ കയറ്റിക്കോളാം. മുഴുവൻ എനിക്ക് തരാതെ. ജലദോഷ. ഓക്കെ മിസ്റ്റർ സണ്ണി, ഞാൻ ഡോക്ടർ ഒന്ന് കണ്ടേ. See you. പോയി കാണാം. താങ്ക് യു. ദൈവം ഒച്ചെടുത്ത് കുളമാക്കല്ലേ മോളെ. കൊല ഇറക്ക. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. പിടിച്ച വകുപ്പ് വേറെയാ. വിസ്തരിച്ചിരിക്കാതെ നട. ഭയങ്കര വെയിറ്റ്. ഏത്തക്കൊല തൊടമുള്ള സൈസാണല്ലോ. നാടനോ പാണ്ടിയോ? മാർവാടി അങ്ങനെ ഒരു ഇനുണ്ടോ? അത് ഉത്തരേന്ത്യൻ വിത്താ. അജയ് സാർ, ഒരു ട്രോളി. വായ തുറന്നാ വിഡിത്തെ പറയൂ. ഡോക്ടർ റൂമിലൂടെ ആയിരിക്കാം. അല്ല, അവറാച്ചന്റെ മരുമോനി കൊല ചുമക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൊലയല്ലേ സാർ, ചുമന്നല്ലേ പറ്റുള്ളൂ. ചുമക്ക് ചുമക്ക്. ഒരിക്കൽ കൂടി പറയൂ സാർ. തൂക്കി തൂക്കി തോള് തൂങ്ങി. നീ മോളി ചെന്ന് രക്തം പായുടെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. കൊല കൊണ്ടിരുന്ന കാര്യം ഡോക്ടറോട് പറഞ്ഞേക്ക്. ഡോക്ടർ, ഡോക്ടർ,
സാമുൽ ഡോക്ടർ ഇല്ലേ? ഹായ്. ഹായ് അമ്മേ. മെല്ലെ 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 എന്ത് ഇവന് മട്ടായോ? അയ്യോ ഈ കണക്കിന് പോയി നമുക്ക് എല്ലാവർക്കും വട്ട് പിടിക്കും. നീ കാര്യം പറ. ഇപ്പൊ ഇതും കൊണ്ട് അങ്ങോട്ട് പോണ്ട. പോയാലെന്താ? അവിടെ മറ്റവളുണ്ട്. മറ്റവളോ? ഏതവള്? മറ്റവള് മറ്റവള് മറ്റവരല്ല, പിന്നെ ആ സോണിയ. ആ. എന്താ ഇത്? അതൊരു കൊലയാ, ഡോക്ടർക്കുള്ളതാ. അവളെ ചികിത്സിക്കുന്നതിന് ഡോക്ടർക്ക് കാഴ്ച വെക്കാൻ കൊണ്ടുവന്നതായിരിക്കും ഇത്, അല്ലേ? അല്ല, ഒരു കാഴ്ച